നമസ്കാരം. കാതികയിലേക്ക് സ്വാഗതം. ഇന്ന് കാതിക പറയുന്നത് ഒരു പയ്യൻ്റെയും അവൻ്റെ ദൗർബല്യത്തിൻ്റെയും ഒരു കഥയാണ്. എങ്ങനെയാണ് ഒരു തളർച്ച ബാധിച്ച പയ്യൻ ജീവിതത്തിൽ എങ്ങനെയാണ് മുന്നേറുന്നതെന്ന് ഈ കഥയിലൂടെ നമുക്ക് കേൾക്കാം. കഥയ്ക്ക് മുന്നേ ഒരു കടുങ്കഥ. ഇന്ന് ഒരു എളുപ്പമുള്ള കടുങ്കഥയാണ്. മുറ്റത്തെ ചെപ്പിന് അടപ്പില്ല എന്നാണ് ചോദ്യം. ഒന്നും കൂടി, മുറ്റത്തെ ചെപ്പിന് അടപ്പില്ല. കുട്ടികൾ ആലോചിക്കുക. ഈ കഥയ്ക്ക് ശേഷം കാതിക ഉത്തരവുമായി വരുന്നതായിരിക്കും. ഇനി നമുക്ക് കഥ കേൾക്കാം. നമ്മുടെ കഥ നടക്കുന്നത് ജപ്പാനിലാണ്. നമ്മുടെ നായകൻ ഒരു 10 വയസ്സുള്ള ഒരു പയ്യനും. നമ്മുടെ 10 വയസ്സുള്ള പയ്യൻ ജൂഡോ പഠിക്കാൻ തീരുമാനിച്ചു. ജൂഡോ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ നാട്ടിൽ കളരി ഉള്ളതുപോലെ ജപ്പാനിലുള്ള ഒരു മാർഷൽ ആർട്സാണ്. ഒരു ചെറുകൈ പ്രയോഗമാണ് ജൂഡോ. നമ്മുടെ പയ്യൻ ജൂഡോ പഠിക്കാനായി തീരുമാനിച്ച് ഒരു ജൂഡോ മാസ്റ്ററെ തപ്പി ഇറങ്ങി. കുറച്ച് നാളുകൾക്ക് മുമ്പ് ആ പയ്യന് ഒരു അപകടത്തിൽ ഒരു ആക്സിഡൻറ്റ് പറ്റി അവൻ്റെ ഇടത്തെ കൈ മുഴുവനും പോയി. അവൻ്റെ ലെഫ്റ്റ് ആം ഇല്ലായിരുന്നു, ഒരു കൈ മാത്രമേ പയ്യനുള്ളൂ. എന്നിട്ടും കുട്ടി വിചാരിച്ചു, എനിക്ക് ജൂഡോ പഠിക്കണം. അങ്ങനെ തപ്പി നമ്മുടെ പയ്യന് ഒരു ജൂഡോ മാസ്റ്ററെ കിട്ടി. ജൂഡോ മാസ്റ്റർ അവനെ സ്വീകരിച്ചു. അവർ ജൂഡോ പഠിക്കാൻ തുടങ്ങി. പഠിച്ച് 3 മാസം കഴിഞ്ഞു. 3 മാസം കഴിഞ്ഞിട്ടും ആ പയ്യനെ ജൂഡോ മാസ്റ്റർ ഒരേ ഒരു സ്റ്റെപ്പ് മാത്രമേ പഠിപ്പിച്ചുള്ളൂ. പയ്യൻ വിചാരിച്ചു, എന്താ എന്നെ വേറെ ഒരു സ്റ്റെപ്സ് ഒന്നും പഠിപ്പിക്കാതെ? ജൂഡോയിൽ പല സ്റ്റെപ്പ് ഉണ്ടല്ലോ, എന്തുകൊണ്ടാണ് എന്നെ ഒരു സ്റ്റെപ്പ് മാത്രം പഠിപ്പിക്കുന്നത്? പയ്യൻ ടീച്ചറിൻ്റെ അടുത്തേക്ക് പോയി, മാഷിൻ്റെ അടുത്തേക്ക് പോയി. ജപ്പാനിൽ മാഷിനെ പറയുന്നത് സെൻസൈ എന്നാണ്. മാഷിൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചു, മാഷേ, ഞാൻ വേറെ മൂവുകളും വേറെ സ്റ്റെപ്പുകളൊന്നും പഠിക്കണ്ടേ? ഇത് മാത്രം പഠിച്ചാൽ മതിയോ? ഞാൻ മത്സരത്തിന് പോകുമ്പോൾ ആൾക്കാരെന്നെ തോൽപ്പിക്കില്ലേ? ഇത് കേട്ട് മാഷ് കുട്ടിയോട് പറഞ്ഞു, നീ ഈ മൂവ് മാത്രം അറിഞ്ഞാൽ മതി, നീ ഈ സ്റ്റെപ്പ് മാത്രം അറിഞ്ഞാൽ മതി. ഇനി മുന്നോട്ടും നീ ഈ സ്റ്റെപ്പ് മാത്രമേ പഠിക്കാൻ പോകുന്നുള്ളൂ. മാഷ് പറയുന്നത് കേട്ട് കുട്ടി മിണ്ടാതെ ഇരുന്നു. എന്തുകൊണ്ടാണ് മാഷ് അങ്ങനെ പറഞ്ഞതെന്ന് പയ്യന് മനസ്സിലായില്ല. പയ്യൻ ജൂഡോ പഠിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞു. ടൂർണമെൻ്റ് എത്തി, ഒരു മത്സരം തുടങ്ങാറായി. അപ്പോൾ നമ്മുടെ പയ്യൻ മത്സരത്തിൽ ചെന്നു. അതിശയമായി അവൻ ആദ്യത്തെ 2 മത്സരം പെട്ടെന്ന് ജയിച്ചു. ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. 3ാമത്തെ മത്സരം വളരെ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായി. 3ാം മത്സരത്തിന് ശേഷം നമ്മുടെ പയ്യൻ ഫൈനലിൽ കയറേണ്ടതാണ്. 3ാം മത്സരത്തിൽ അവർ പങ്കെടുത്തപ്പോൾ ജൂഡോ മത്സരം വളരെയേറെ നീണ്ടു. നമ്മുടെ പയ്യൻ്റെ ഒപ്പം മത്സരിക്കുന്ന എതിരാളി വളരെ ശക്തിമാനായിരുന്നു. അയാൾ പയ്യനോട് മത്സരിച്ച് ക്ഷീണിതനായി തുടങ്ങി. അയാൾ പെട്ടെന്ന് പയ്യനെ ആക്രമിക്കാൻ തുടങ്ങി. പയ്യൻ അറിയാവുന്ന ആകെ ഒരു സ്റ്റെപ്പ് പയ്യൻ പ്രയോഗിച്ചു. ആ മത്സരത്തിൽ പയ്യൻ ജയിക്കുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ പയ്യൻ ഫൈനലിൽ എത്തി. ഫൈനലിൽ എതിരാളി വളരെ ബുദ്ധിമാനും ശക്തിമാനും ഒരു നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുമാണ്. കുട്ടിക്ക് മനസ്സിലായി, ഫൈനൽ ജയിക്കാൻ വളരെ പാടാണ്. അങ്ങനെ ഫൈനൽ മത്സരവും തുടങ്ങി. ഫൈനൽ മത്സരത്തിൽ നമ്മുടെ കുട്ടിയെ നമ്മുടെ വലിയ എതിരാളി ഇടിച്ച് തോൽപ്പിക്കാൻ തുടങ്ങി. അത് കണ്ടപ്പം റഫറിക്ക് വരെ വിഷമം തോന്നി. റഫറി പറഞ്ഞു, നമുക്ക് കളി നിർത്താം. അപ്പോൾ നമ്മുടെ കുട്ടിയുടെ മാഷ് പറഞ്ഞു, ഇല്ല, അവൻ ഇനിയും മത്സരിക്കട്ടെ, നിർത്തണ്ട, കളി നടക്കട്ടെ. അങ്ങനെ കളി തുടർന്നു. കളി തുടർന്നുകൊണ്ടിരുന്നപ്പം എതിരാളിക്ക് ഒരു പിഴവ് പറ്റി. ഒരു നിമിഷം എതിരാളി
ഒന്ന് കണ്ണ് ചെമ്മിപ്പോയി. അപ്പോൾ നമ്മുടെ പയ്യൻ ചാടി എഴുന്നേറ്റ് അവൻ അറിയാവുന്ന സ്റ്റെപ്പ് വെച്ച് എതിരാളിയെ കീഴ്പ്പെടുത്തി. അങ്ങനെ നമ്മുടെ പയ്യൻ ആ ടൂർണമെൻറ്റ് ഫൈനലും ജയിച്ച് കപ്പുമായി വീട്ടിലേക്ക് വന്നു. അപ്പോൾ പുള്ളി ചാമ്പ്യനായി കപ്പുമായി മാഷിൻ്റെ കൂടെ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു സ്റ്റെപ്പ് മാത്രം അറിയാവുന്ന ഞാൻ എങ്ങനെയാണ് ഈ മത്സരം ജയിച്ചത്? അവൻ ആലോചിച്ചു കൊണ്ടേയിരുന്നു. മാഷാണെങ്കിൽ എന്നെ ഒരു സ്റ്റെപ്പേ പഠിപ്പിച്ചുള്ളൂ, എങ്കിലും ഞാൻ ടൂർണമെൻറ്റ് ജയിക്കുകയും ചെയ്തു. അവൻ ധൈര്യത്തോടെ മാഷിനോട് ചോദിച്ചു, മാഷേ, ഞാൻ എങ്ങനെയാണ് ഈ ടൂർണമെൻറ്റ് ജയിച്ചത്? എനിക്ക് ഒരേ ഒരു സ്റ്റെപ്പല്ലേ അറിയൂ. മാഷ് പറഞ്ഞു, നീ ജയിച്ചത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, നിനക്കറിയാവുന്ന സ്റ്റെപ്പ് നീ നല്ലപോലെ പഠിച്ചു. അത് ജൂഡോയിൽ ചെയ്യാവുന്ന വളരെ ബുദ്ധിമുട്ടൊരു സ്റ്റെപ്പാണ്. നീ അത് ശരിക്ക് 3-4 മാസം കൊണ്ട് പഠിച്ചു. രണ്ടാമത്തത്, ആ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നിൻ്റെ എതിരാളിക്ക് നിന്നെ തോൽപ്പിക്കണമെങ്കിൽ നിൻ്റെ ഇടത്തെ കൈ പിടിച്ചേ പറ്റൂ, നിൻ്റെ ലെഫ്റ്റ് ആം പിടിച്ചേ പറ്റൂ. നമ്മുടെ പയ്യന് ലെഫ്റ്റ് ആം ഉണ്ടോ? ഇല്ല അല്ലേ? അപ്പം ആ പയ്യൻ്റെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ കുറവ് അവൻ്റെ ഏറ്റവും വലിയ ശക്തിയായി മാറി. കൂട്ടുകാർക്ക് ഈ കഥയിൽ നിന്ന് എന്താണ് മനസ്സിലായത്? നമ്മളും ജീവിതത്തിൽ ചിലപ്പോൾ എന്തെങ്കിലും കുറവുകളൊക്കെ വരുമ്പോൾ നമ്മൾ പറയും, ഓ, എന്നെ ദൈവം സഹായിച്ചില്ല, അല്ല ആരെങ്കിലും കുറ്റപ്പെടുത്തും, അല്ലേ? ഇവിടെ കുട്ടിയെ നോക്കും. കുട്ടിക്ക് ഉണ്ടായിരുന്ന ശക്തി വെച്ച് കുട്ടി എല്ലാവരെയും തോൽപ്പിച്ച് വിജയശ്രീലാളിതനായി നടക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും നമുക്കുള്ള കഴിവുകൾ വെച്ച് സന്തോഷവാനായി ധൈര്യത്തോടെ ജീവിതത്തിലെല്ലാം നേടാൻ കഴിയുമെന്ന് നമുക്കൊരു ഉറച്ച വിശ്വാസം വേണം. കൂട്ടുകാർക്ക് ഈ കഥ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. കഥ നിർത്തും മുമ്പ് കടുങ്കഥയുടെ ഉത്തരം. ഇന്നത്തെ കടുങ്കഥ മുറ്റത്തെ ചെപ്പിന് അടപ്പില്ല എന്നായിരുന്നു. ഇതിൻ്റെ ഉത്തരം എന്താ? കിണർ. കഥയും കടുങ്കഥയും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കഥ നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. അടുത്ത കഥ പറയും വരെ നന്ദി, നമസ്കാരം.